1 2 3 4 5 6 7 8 9 10 11 12 15 16 17 18 19 20. ഞാൻ എന്നെ കഴിഞ്ഞേ ഒളിച്ചാലും ഒളിച്ചില്ലെങ്കിലും സാറ്റ്. ഓ സാറ്റ് കളിക്കണ്. നമുക്കൂടെ പോയി ചേർന്നാലാ? പോയടാ വേണ്ടി കളിയാ 6 ദിവസമായിട്ടിരുന്ന് സാറ്റ് കളിക്കുക. എന്റെ പാറോട് ഇല്ലല്ലോ. പിന്നെ അമ്മായി കണ്ടുപിടിച്ചേ ദില്ലി. കണ്ടുപിടിച്ചേ. ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നേ. ഇവിടെ ഒളിച്ചത് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ലേ? കണ്ടുപിടിച്ച് നീ ഒരു കാര്യം ചെയ്യ്, നീ എണ്ണി, ഞാൻ ഒളിക്കും. ഇവിടെ വേറെയും കുറെ അന്തേവാസികളുണ്ട്. ദേ നെച്ചൂസിന്റെ ഓരോ കാര്യം. നെച്ചൂസ് പാവനോട് സംസാരിക്കുക. ഡോണ്ട് ടച്ച്. പഞ്ച് ദേ ഇവരെങ്ങാനും വിളിച്ചു കഴിഞ്ഞാലേ ഇവരുടെ കൂടെ ഒന്നും കേറി പോകരുത് കേട്ടോ, പെരുവഴിയിലാവും. ചേച്ചി പടം സത്യമായിട്ടും കൊള്ളത്തില്ലായിരുന്നു. കൂറപ്പടം, ചിരിക്കാനും ഇല്ല കരയാനും ഇല്ല. ആഹാ, സിനിമയ്ക്ക് വരെ എത്തിയാ? എങ്ങനെയുണ്ടായിരുന്നു പടം? അമ്മായി സൂപ്പർ പടം. പൊളിച്ചില്ലേ? അയ്യോ എന്റെ പൊന്നമ്മായി പടം ഒരു വകറ്റ് കൊള്ളത്തില്ല. എന്തിനോ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടം അല്ലേടാ. പഞ്ച്, നിനക്കറിയോ ഈ ലോകത്തെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തത് മനുഷ്യന്മാരെയാ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ തലയാട്ടണം, അല്ലെങ്കിൽ ഇതേ കൈവക്കണം. ചേച്ചിക്ക് വേണ്ടി അളിയൻ എന്താ മേടിച്ചോണ്ട് വന്നേക്കണേ നോക്ക്. എന്താ എന്റെ ലച്ചൂസിന് വേണ്ടി സ്പെഷ്യൽ അൽഫാം. എന്താണ് തോളത്തൊക്കെ കൈ വെച്ചേക്കണേ? എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണ്ടേ? മതിയായ? എന്നാ നമുക്കത് കളിക്കണ്ട. എന്തു പറ്റി? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. വിശക്കുന്നുണ്ടോ? നമുക്ക് അടുക്കളയിൽ പോയിട്ട് പഴം വിഴുങ്ങാം. എന്തോ എന്താ ഉണ്ടായേ? നിങ്ങൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം അവളൊന്ന് പാറമട വരെ പോയി. പോയിട്ട് തിരിച്ചു വന്നപ്പോ ഈ പാവ കയ്യിലുണ്ട്. അതിനുശേഷം ഞങ്ങൾക്കൊന്നും ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാം പാവയോടാണ് പറയുന്നത്. എനിക്കെങ്ങനെ അറിയാനാ? നിങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോകാത്തോണ്ടാണ് അവക്ക് ഈ ഗതി വന്നത്. അല്ലെങ്കിൽ ഈ മനുഷ്യന്മാർക്കൊക്കെ ഒരു കഴിവുണ്ട്, എല്ലാത്തിനും അങ്ങ് ന്യായീകരിച്ചുകൊണ്ടിരിക്കും. വേടാ കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമനോമന പഞ്ചുവാണ്. പഞ്ചാര വിറ്റു നടന്നു പഞ്ചു, പഞ്ചാര പഞ്ചു എന്ന പേരു വീണു. എന്താണ് നാണം വരുന്നുണ്ടാ? നാണാണോ? നാണം എന്താണ്? നാണം കൊന്നു. ഉറങ്ങണ്ടേ നമുക്ക്? എന്റെ പാട്ടൊക്കെ പാടി നടന്നാ മതിയോ? ഉറങ്ങാം. ഇത് കൈവിട്ട് പോയി. ഉറങ്ങാം. നീ ചുമ്മാ പേടിപ്പിക്കലടാ. ഞാൻ പേടിപ്പിച്ചതല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. ഇത് കണ്ടത് അളേ, മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാലേ ഒരു നാരോ പാത്താണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ കഴിഞ്ഞ് കത്തം പോകയാ. ഇതേപോലെ പോവും. എടാ ഇത് ചുമ്മാ ഇവിടെ നമ്മളെ പറ്റിക്കാൻ കാണിക്കുന്നതാടാ ഇതൊക്കെ. അല്ലെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ഓക്കെ. ഇത്ര നേരം ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല. ഇത് അത് തന്നെ കിളി പോയി. അളേ വിഷമിക്കാരി, നമുക്ക് ചേച്ചിയെ വല്ല ഡോക്ടറിനെ കൊണ്ട് കാണിക്കാം. അളയാ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ. എന്താടാ? കിളി പോയെന്നും പറഞ്ഞിട്ട് ദേവി എന്റെ ചേച്ചിയെ കളഞ്ഞിട്ട് പോരുത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ചരിഞ്ഞിടമുറങ്ങിക്കോ.
അച്ഛി ഒറ്റക്കായ ലച്ചുന് ഒറ്റക്കായ പഞ്ചെന്നാ? ഫീലിംഗ് ലോൺലി എന്ന് കൂടെ ഇടായിരുന്നു. എടാ അത് തന്നെയല്ലടാ ഇത്. മറ്റേ നമുക്ക് കുറച്ച് ഗുമ്മ കിട്ടുമല്ലോ. നല്ല ഉറക്കമാണ്. അളിയാ, ഓ നമ്മള് പോയി എടുക്കുന്നതിനിടയില് ലച്ചു ക്ഷണിക്കാൻ ചാൻസ് ഉണ്ടോ? ചേച്ചിയുടെ ഉറക്കത്തിന്റെ ആഴളക്കാൻ നാഗവല്ലിയെ കൊണ്ടുപോലും പറ്റൂല, അത്ര ഉറക്കം വരും. എന്നാ പിന്നെ പൊക്കല്ലേ? പൊക്കുന്നു, തൂക്കിയെടുത്ത പാറമ്പടെ കൊണ്ട് കളയുന്നു. ഏയ് പാറമ്പടെ കൊണ്ട് കളഞ്ഞാൽ മാത്രം പോരാ, നമുക്കതിനെ കത്തിക്കണം. അളിയൻ പാവയുടെ കാര്യം തന്നെയല്ലേ പറയണേ? പിന്നെ അല്ലാതെ ലച്ചൂസാണോ? ലച്ചു, ഞാൻ മാത്രമല്ല ഇവനും ഉണ്ട്. ഇവനും ഉണ്ട്. എന്റെ പഞ്ചിനെ എന്തിനാ എടുത്തേ? പഞ്ചിനെ എന്തിനാ എടുത്ത് നമ്മള്? പഴം കൊടുക്കാൻ. ഓഹോ, അപ്പൊ നൈസായിട്ട് എന്നെയും എന്റെ പഞ്ചിനെയും അകറ്റാൻ നോക്കുവാണല്ലേ? എന്റെ പൊന്നു ലച്ചുസേ, നിനക്ക് സംസാരിക്കാനൊക്കെ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ എവിടെന്നോ വന്നൊരു പഞ്ച്? എവിടെന്നോ വന്നൊരു പഞ്ചാ? ആരും ഇല്ലാത്ത ലച്ചുവിനെ അന്വേഷിച്ചു വന്നതാണ് ആരും ഇല്ലാത്ത ഈ പഞ്ച്. ചേച്ചി എന്തോന്ന് ചേച്ചി പറയണേ? അതെ, ഞങ്ങൾ ചുമ്മാ ഒരു പടത്തിന് വന്നിട്ട് ചേച്ചി ഇത്രയും ഓവർ കാണിക്കല്ലേ? നിങ്ങൾ പടത്തിന് പോവോ, കാട്ടിൽ പോവോ, മേട്ടിൽ പോവോ, എവിടെ വേണമെങ്കിലും പോവോ, എനിക്കെന്താ? നീ കൊറേ നേരമായി കേട്ടോ, മര്യാദക്ക് എന്റെ അടുത്ത് സംസാരിക്കാൻ നോക്കി. നീ കൊറേ നേരമായിട്ട് പിന്തിരിക്കുക. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് സംസാരിക്കണോന്നേ. എനിക്ക് കേക്കണ്ട. ചേച്ചി ഇനി ഷോ കാണിച്ചു കഴിഞ്ഞാൽ നമ്മള് വേറെ പാവയെ മേടിക്കുന്നു. ഇതേപോലത്തെ ഉണക്ക കുരങ്ങനല്ല, നല്ല അന്തസ്സുള്ള കരടി മേടിക്കും, വലിയ കരടി. കുരങ്ങനെ നീ നിന്റെ കണ്ണാടി പോയി നോക്കി വിളിച്ചാൽ മതി. എന്താ പ്രശ്നം? എന്റെ അമ്മ ഇവിടെ മൊത്തം പ്രശ്നമാണ്. ലച്ചുടെ ഈ പഞ്ചിനെയും പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ പോസ്റ്റ് ഇട്ടേക്കുന്നു. എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അല്ലേ, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. എന്റെ ലച്ചു, നിനക്ക് എന്താ കുഴപ്പം? നീ ആ പാവ എവിടെ കൊണ്ട് വെച്ചേ? പാവയല്ല, പഞ്ച്. അല്ലയാ, ഈ പാവയെ തൂക്കിയെടുത്തോണ്ട് ഈ പറമ്പടെ കളയാ. വേണ്ടല്ലേ ലച്ചൂസിനെ ഇഷ്ടപ്പെട്ട ആളുടെ കൂടി ജീവിക്കണം. പാവം മനസ്സ് വെന്തുരുക്കി തകർന്നാണ് പോയേക്കുന്നത്. ലച്ചു എന്താ? ഒന്നുമില്ല. என்ன லட்சு இது? இந்த பாவ கீவையெல்லாம் தூக்கி போட்டுடு, எல்லார்ட்டையும் நல்லா பேசு. അത് തന്നെ, അല്ല പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, പഞ്ചിനെ കളഞ്ഞിട്ടുള്ള ഒരു ജീവിതം ഇനി ലച്ചുവിനില്ല. ബാബഞ്ച് അതായത് ചേട്ടാ, സംഭവം അങ്ങനല്ല. അത് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓരോരോ ഫണ്ണ് കാണിക്കും. അതങ്ങനെ. ഓ ശരി ശരി ശരി. ഓ സന്തോഷം സന്തോഷം. നോക്കിക്കോളാം. എന്താടാ എന്റെ പൊന്നളിയാ, ഈ നാട്ടുകാരുണ്ടല്ലോ, നാട്ടുകാര് ഭയങ്കര വള്ളി തന്നെ. അവർക്ക് അവരുടെ വീട്ടിലെ കാര്യം അറിയുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലെ കാര്യം അറിയാൻ ഇൻട്രസ്റ്റ്. എല്ലാരും വിളിച്ചു ചോദിക്കുക, അയ്യോ ലച്ചുവിന് എന്ത് പറ്റി? ലച്ചു സ്റ്റാറ്റസ് ഇട്ടേക്കണ കണ്ടല്ലോ, ലച്ചു ഒറ്റയ്ക്കായോ, സിദ്ധു കളഞ്ഞിട്ട് പോയോ എന്നൊക്കെ. അതിന് ഞാൻ കളഞ്ഞിട്ട് പോയിട്ടില്ലല്ലോ. ഒരു ദിവസം കൊണ്ട് ആ സ്റ്റാറ്റസ് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആള് തിരക്കി വരും മിക്കവാറും. സിദ്ധു ഡിവോഴ്സ് ചെയ്തിട്ട് പോയല്ലേ എന്ന് പറയാനായിട്ട്. ചേട്ടാ, ഈ നാട്ടുകാരെ കൊണ്ട് തോറ്റല്ലോ. എല്ലാവരും അങ്ങനെയാണല്ലോ അളിയാ, സ്വന്തം കാര്യത്തിനേക്കാളും മറ്റുള്ളവന്റെ അഞ്ചത്ത് കയറാനാണല്ലോ നാട്ടുകാർക്ക് ഇൻട്രസ്റ്റ്. അത് കറക്റ്റാ. വീട് കൃപാന്തളി ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ അളിയാ. എന്നിട്ടോ എന്താണ്, സുഖല്ലേ? അത്ര സുഖമൊന്നും ഇല്ല. അമ്മായിയെ അമ്മയെ കാണാൻ വന്നായിരിക്കും. ഒട്ടുമല്ല. അതെ. എടാ കൃപാന്തേ, നീ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ? ലച്ചു എവിടെ?
ലച്ചു ഇവിടെ ഉണ്ടല്ലോ. വിളിയളിയ എന്തായിരുന്നു കാര്യം? അത് കാണുമായിരുന്നു. ലച്ചുവേ, ലച്ചുസേ. ലച്ചു നമുക്ക് സുഖമല്ലേ? കുഴപ്പമില്ല ചേട്ടാ. ലച്ചുവിന് പഞ്ച് മാത്രമല്ല, ഞങ്ങളും കൂടെയാണ്. താങ്ക്സ്. ഓ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്നയാണല്ലേ? ഗൗരി, നീ ഇവിടെ ഉണ്ടായിട്ട് ആ പാവത്തിന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നില്ലേ? ലച്ചു ഇവിടെ വാ. ഓൾ ദിസ് ഗിഫ്റ്റ് ആർ ഫോർ യു. വാ. വലിയ പാണ്ട. അതെ അതെ ലച്ചു. ഇത് പിടിച്ചമ്മായി, പിടിച്ചേ. അളിയ പിടി. ഞാനൊന്നുമില്ല. പഞ്ച്, കൃപാദേട്ടോട് താങ്ക്സ് പറ. താങ്ക് യു. എന്റെ കുറെ ഫ്രണ്ട്സ് ലച്ചുവിനെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ വീടിന്റെ അഡ്രസ് വരെ പറഞ്ഞു കൊടുത്ത് കാണും അല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? സ്വാഭാവികം. കൃപാദേട്ടാ, ഈ ലോകത്തെ എനിക്ക് പഞ്ചും പഞ്ചിനും ഞാനും മാത്രമേ ഉള്ളൂ. ലച്ചു അങ്ങനെ പറയരുത്. ഈ ലോകം മൊത്തം ലച്ചുവിന്റെ കൂടെ ഉണ്ട്. ഇല്ലടാ? പിന്നെ ശരിക്കും? പിന്നെ. താങ്ക് യു. ആ ലച്ചു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ എപ്പോ വേണേലും വിളിക്കാം. ഓക്കെ? താങ്ക്സ്. പോട്ടെ പോട്ടെടി. തലി വെക്കോ? പഞ്ച്, ദേ ഇതാണ് ടോബി. ഹായ് പറ. ഹായ് ടോബി. ഇതാണ് സ്നൂപ്പ്. ദേ ഇവരില്ലേ, ഇവര് ട്വിൻസാ. ഇത് ടിങ്കു, ഇത് മിങ്കു. ഇപ്പൊ കൊറേ ഫ്രണ്ട്സ് ആയല്ലോ പഞ്ചിന്. ഇനി ഇവരുടെ അടുത്തൊക്കെ മര്യാദക്ക് പെരുമാറണം. വഴക്കൊന്നും ഇടാൻ പാടില്ല, കേട്ടല്ലോ? പഞ്ച്, ഈ ലോകത്ത് എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം ആരെയാന്നറിയോ? ആരെയാന്ന് ചോദിക്കേ. നിന്നെ, എന്റെ പഞ്ചിനെ. ലച്ചൂസേ, സത്യമായിട്ടും ലച്ചൂസിനെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് ഞങ്ങൾ പടത്തിന് പോയതല്ല. ലച്ചൂസേ, എന്റെ അടുത്ത് എന്തെങ്കിലും ഒന്നും വേണ്ട പ്ലീസ്. അപ്പൊ എന്റെ അടുത്തൊന്നും മിണ്ടുന്നില്ലല്ലോ? ഒന്നും മിണ്ടുന്നില്ല? സിദ്ധു, വിഷമായോ? വിഷമായെന്ന് ചോദിച്ചാ നല്ല രീതിക്ക് വിഷമായി. ഇവിടെ ഇരി. ഞാനൊന്നും മിണ്ടാതിരുന്നപ്പോ തന്നെ നിനക്ക് ഇത്രയും വിഷമായി. അപ്പൊ എന്നെ കൂട്ടാതെ സിനിമയ്ക്ക് പോകുമ്പോ എനിക്ക് എന്തോരം വിഷമായി കാണും. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ സിനിമയ്ക്ക് പോകുമ്പോ എന്നെ കൊണ്ടുപോകണം. സോറി. സിദ്ധുവിനറിയോ, നീ വന്നപ്പോഴാണ് ഞാൻ തന്നെ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. സിദ്ധു, എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല സന്തോഷം തരുന്നേ. ഇതേപോലത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് ആണ്. ലച്ചു, രാവിലെ അങ്ങനെ പറ്റിപ്പോറ. ഐ ആം സോ സോറി. ശരിക്കും? ശരിക്കും സോറി. എന്നാ പഞ്ചിനോട് സോറി പറ. പഞ്ച്, ഐ ആം റിയലി സോറി. ഇവനെ ഇപ്പം വഴി കിടക്കണ കണ്ടപ്പോ ഇന്നത്തെ എന്റെ അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാ കൂടെ കൂട്ടിയെ. ലച്ചു, ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല, ഉറപ്പ്. എവിടെ പോവാൻ? സിനിമ കാണാൻ പോണ്. എല്ലാവർക്കും വേണ്ടി ടിക്കറ്റ് അമ്മായി എടുത്തു. എവിടെ കലാന്റെ അമ്മ? എന്താടാ, എന്താ വിളിച്ചേ? സിനിമയ്ക്ക് പോവാ. സിനിമ കാണാൻ പോവാന്ന് ടിക്കറ്റ് എടുത്ത അമ്മായി. തലയൂർ പടമാ? അത് ഇറങ്ങുമ്പോ കാണാം. அப்படின்னா தளபதி படம். അതും ഇറങ്ങുമ്പോ കാണാം. ഓ, നമ്മുടെ പഞ്ചിന് ടിക്കറ്റ് എടുത്തടാ. പിന്നെ പഞ്ചിനും പാണ്ടയ്ക്കും കിങ്ങിണിക്കും എല്ലാത്തിനും എടുത്തു പോരെ.